89.6 FM Sargakshetra SK Hotspot. ഹായ് ഹലോ വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ള തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ ഞായറാഴ്ചയിൽ 2 പേരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും, ഞാനും വേറെ ആരെങ്കിലും ആയിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഞാനും എന്നോടൊപ്പം 2 പേരാണ് ഇന്ന് എത്തുന്നത്. ഇന്ന് രാജയും രാജയുടെ പിള്ളേരും ഡബിൾ അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ വന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഗൗതം വിൻസെന്റ് ആൻഡ് സോണി മോഹൻ. ഹലോ ഗൈസ്. ഹലോ. ഹായ് ഹായ്. അങ്ങനെ ആരാണ് ഒരു ഹൊയ് വിട്ടത്? ഞങ്ങൾ രണ്ടുപേരും ഓരോ പോയി വെച്ചു. ഓക്കെ. അപ്പൊ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കപ്പിളിനെ, സംഗീതത്തിലൂടെ തന്നെ കൂട്ടിമുട്ടിയിട്ടുള്ള ഈ ഒരു കപ്പിളിനെ നമ്മൾ വീണ്ടും വീണ്ടും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ് നമ്മുടെ സർഗക്ഷേത്ര ഫാമിലിയിലേക്ക് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടുപേരെയും ഈക്വലി പരിചയപ്പെടേണ്ടതുണ്ട്. ഗൗതം വിൻസെന്റ് ഒരു മ്യൂസിക് കമ്പോസർ ആണ് ആൻഡ് നമ്മുടെ സോണി മോഹൻ പ്ലേ ബാക്ക് സിംഗറും ആണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേയധികം മെലഡി സോങ്സിൽ ഒന്ന് തന്നെയാണ് 4 years നമ്മുടെ സർജാനോ ഖാലിദും അതുപോലെ പ്രിയ വാര്യരും ഒക്കെ അഭിനയിച്ചിട്ടുള്ള 4 years മൂവി. ആൻഡ് ഈ മൂവിയിലെ പാട്ടുകളും കിടലനാണ്. അതിൽ നമ്മുടെ സ്വന്തം ശങ്കർ ശർമ്മ സാർ മ്യൂസിക് ചെയ്ത് നമ്മുടെ സ്വന്തം സോണി മോഹൻ പാടിയിട്ടുള്ള എൻ കനവിൽ നിൻമിഴികളിൽ എന്നുള്ള പാട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. ആൻഡ് ആ പാട്ട് പാടിയിരിക്കുന്നത് ആരാണ്? നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഞാൻ ചെറിയൊരു ബിൽഡപ്പ് ഒക്കെ ഇട്ട് വരുമായിരുന്നേ. അപ്പൊ ആ പാട്ട് പാടിയിരിക്കുന്നത് ആരാണെന്ന് ഗസ് ചെയ്തോളൂ. ആരാണ്? പറയൂ. ആരാണ്? നമ്മുടെ സോണി മോഹൻ. അതെ, ഞാനും അരുൺ ഏലാട്ട് എന്ന് പറഞ്ഞ ചേട്ടനും കൂടെ ഡ്യുവറ്റ് സോങ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ റേഡിയോയിലാണെങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ഈ പാട്ട് കേൾക്കാറുണ്ട്. ഭയങ്കര ഒരു പീസ്ഫുൾ വൈബ് നമുക്ക് കിട്ടുന്ന പാട്ടാണ് എൻ കനവിൽ. ഫ്രീക്വന്റ്ലി നമ്മൾ പ്ലേ ചെയ്യാറുള്ള ഒരു പാട്ട് കൂടിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും സോണീനെ ഓർക്കാറുണ്ട് കേട്ടോ. താങ്ക് യു ഡിയർ. ഓക്കെ, അപ്പോ നമ്മുടെ ശങ്കർ ശർമ്മ സാർ നമുക്കറിയാം കുറേ അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള കമ്പോസർ ആണ്. എങ്ങനെയായിരുന്നു സോണി ഈ ഒരു മൂവിയിലേക്ക് എത്തുന്നത്? ഇത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ശങ്കർ ചേട്ടൻ ഒരു സ്റ്റോറി ഇട്ടിരുന്നു, ഒരു പുതിയ വോയിസിനെ തേടുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ഡെമോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ കുറച്ച് പാട്ടുകൾ അയച്ചു കൊടുത്തു. അപ്പൊ ഒരു 1 വീക്കിന് ശേഷമാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഈ പാട്ടിന്റെ ഒരു ട്രാക്ക് അയച്ചു, അത് പാടിക്കൊടുക്കാൻ പറഞ്ഞു. അത് പാടിക്കൊടുത്തപ്പോ ഈ മൂവിയിൽ തന്നെ 3 പാട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്റെ ഫസ്റ്റ് പ്ലേ ബാക്ക് ആണ്, എന്റെ ഡെബ്യൂ മൂവിയാണ്. അപ്പം ആ മൂവിയിൽ തന്നെ 3 പാട്ടുകൾ പാടാൻ നല്ലൊരു ഭാഗ്യം കിട്ടി. ആ 3 പാട്ടുകളും ബെസ്റ്റ് സോങ്സ് തന്നെയാണ്. പക്ഷെ അതിൽ കൂടുതൽ റെക്കഗ്നീഷൻ കിട്ടിയത് ഇൻകനവിൽ സോങ്ങിനാണെന്നല്ലേ? അതെ, കൂടുതൽ അത് കുറച്ചുകൂടി റീച്ച് ആയ പാട്ട് ഇതായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും സോണി മോഹൻ ഒരു ന്യൂ വോയിസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ന്യൂ ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ടുള്ള സന്തോഷത്തിൽ നമുക്ക് ആ പാട്ട് രണ്ടുപേരും കേട്ടാലോ? കേൾക്കാം. ഓക്കെ, ഞാൻ പാടണല്ലേ? ആ പിന്നല്ലാതെ. കനവിൽ നിൻമിഴികളുമിൻ മിഴിയിൽ നിന്നിനവുകളിൻ നിലവിൽ നിന്നതുല സംഗീതം ശ്രുതിയിൽ നിൻവരികളുമിൻ വരിയിൽ നിന്നിലവുകളിൽ നിലവിൽ നിന്നോഹ സല്ലാപം. ഉയരേ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഞാൻ ഓർത്തു. അപ്പൊ എന്തായാലും ഇന്നത്തെ SK ഹോട്ട്സ്പോട്ട് പാട്ട് പാടി തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സോ ഈ മ്യൂസിക്കൽ ഡുവോന്റെ കുറേയധികം വിശേഷങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോറും കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോറും കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് കൂടെയുള്ള തന്നെയാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ദിവസം SK ഹോട്ട്സ്പോട്ടിൽ ഒരു കലക്കൻ മ്യൂസിക്കൽ കപ്പിളിനെയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഗൗതം വിൻസെന്റ് ആൻഡ് സോണി മോഹൻ. നമ്മൾ ഇവർ 2 പേരും സംഗീതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നവരെന്ന് പറഞ്ഞു. ആൻഡ് ഇവർ 2 പേരും ജീവിതത്തിലും ഒന്നിച്ച 2 വ്യക്തികളാണ്. സോ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ 2 പേരുടെയും വർക്കിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒരുപോലെ സംഗീതത്തെ കൊണ്ടുവന്ന കാര്യം ആലോചിക്കുമ്പോൾ ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ഓക്കെ. അപ്പൊ ഇനി നമ്മള് ഗൗതമിലേക്ക് വരാണ്. ഗൗതം വിൻസെന്റ് എന്ന് പറയുന്ന മ്യൂസിക് കമ്പോസർ, എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഡിവോഷണൽ ആൽബംസിലൂടെയാണ് ചേട്ടന്റെ ഈ ഒരു ഫീൽഡിലേക്കുള്ള ഒരു അരങ്ങേറ്റം. അതെ. അപ്പോ നമുക്കറിയാം നമ്മുടെ ചാവറജ്വാല എന്ന് പറയുന്ന ആൽബം ഒക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇപ്പൊ നമ്മുടെ കോട്ടയം മാന്നാനത്താണ് നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത്. ആൻഡ് നമ്മുടെ സ്റ്റുഡിയോയുടെ കറക്റ്റ് ഫ്രണ്ടിലാണ് നമ്മുടെ ചാവറാച്ചന്റെ പള്ളിയും. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ ഇഷ്ടം പോലെ ഈ ചാവറജ്വാലയിലെ പാട്ടുകളും കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. മാന്നാനം സ്കൂളിലാണ് പഠിച്ചത്. യെസ്. സോ അവിടുത്തെ പ്രിൻസിപ്പളായ മുല്ലശ്ശേരിച്ചനാണ് അതിന്റെ വരികൾ എഴുതിയതും കുറെ പാട്ടുകൾ
തന്നെ വരികൾ എഴുതിയ മുല്ലശ്ശേരിച്ചനാണ്. സോ ഈ എക്സാം ശേഷം കേൾക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അച്ഛന് ഇതിലൂടെ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഞാൻ കൊടുക്കുന്നു. ഉറപ്പായിട്ടും ഞാനും ആക്ച്വലി അതിലേക്കാണ് വന്നത്. നമ്മുടെ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI, അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പുരോഹിതനിലുപരി ഫ്രണ്ട്സിന്റെ ഒരു ഫീല് നമുക്ക് സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒക്കെ തരുന്ന ഒരു അച്ഛനാണ്. അപ്പോ അച്ഛന്റെ ഇപ്പൊ സ്റ്റുഡൻസിനാണെങ്കിൽ ഇതിൽ ഭയങ്കരമായിട്ട് എല്ലാവരെയും ഓർക്കുന്ന ഒരു സ്പെഷ്യൽ ക്വാളിറ്റി കൂടി അച്ഛനിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ചേട്ടന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേക്കാമോ, ചാവറ ജ്വാല എന്ന് പറയുന്ന ഒരു ആൽബത്തെ സംബന്ധിച്ചിടത്തോളം? അച്ഛന് ആദ്യം ചാവറ ജ്വാല സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമുക്കിപ്പം എല്ലാ ദിവസവും ഓരോ പ്രയർ സോങ്, ചാവറച്ചന്റെ ഓരോ പ്രയർ സോങ് സ്കൂളുകളിൽ CMI സ്കൂളുകളിൽ കുട്ടികൾക്കായിട്ട് ഒരു 1 minute ഇരിക്കുന്ന ഒരു പ്രയർ സോങ് എന്നുള്ള ഒരു ഐഡിയ ആയിട്ട് കൺസെപ്റ്റിൽ തുടങ്ങിയതാണ്. അങ്ങനെ ഡെവലപ്പായി ഓരോ പാട്ടുകളായി പിന്നെ അത് ആൽബം ഇതിലോട്ട് വന്നു. അങ്ങനെ മുല്ലശ്ശേരിച്ചന്റെ ഒരു വിഷനാണ് ഞങ്ങൾ അത് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ആക്കിയത്. എൽദോ ജേക്കബ് എന്ന് പറഞ്ഞ ചേട്ടനാണ് അതിന്റെ വിഷ്വൽസ് ഒക്കെ ഡയറക്ട് ചെയ്തത്. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തൊരു പ്രൊജക്ട് ചെയ്യാൻ സാധിച്ചു. ഗ്രേറ്റ്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിദ്യാലയങ്ങളിൽ എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അപ്പോ അത് പാടിയിരിക്കുന്നത് നിത്യമാമനാണല്ലേ? പക്ഷെ നമുക്ക് സോണിയുടെ വോയിസിൽ ആ പാട്ടൊന്ന് കേൾക്കാൻ ഓക്കെ ആയിരിക്കോ? ആ പാട്ടിന്റെ ട്രാക്ക് പാടിയത് സോണിയാണ്. ഇപ്പൊ പാട്ട് സോണി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറെ നാൾ മുമ്പ് ചെയ്താണല്ലോ സോണി. ഞാനൊരു 2 വരി പാടാം, എനിക്ക് അത്രയൊരു ഓർമ്മ ഇല്ല, ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും, കളിക്കണം. 3 Kings മൂവിയില് ജയസൂര്യ പറയുന്നുണ്ടാവുമല്ലോ, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് ഓർമ്മയില്ല. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതല്ലേ? ബട്ട് കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. ഞാനൊരു 2 lines ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, നൈസ്. ദേവാലയം കണ്ട അറിവിന്റെ വാക്കായ വിശുദ്ധതാരാ നിത്യാന ജോഡിയാൻ നീ പകരേണമേ ജ്ഞാനത്തിൻ തീജ്വാല നിന്നിച്ചുതരേ. നൈസ്. നന്നായിട്ട് പാടിയില്ല സോണി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും സൂപ്പർ ആക്കുന്നത് അല്ലേ? കമ്പോസർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനിയും നമ്മൾ കുറെ അധികം വിശേഷങ്ങൾ ഈ മ്യൂസിക്കൽ കപ്പിളുടെ കയ്യിൽ നിന്ന് അറിയും. എന്തായാലും കേട്ടോണ്ടേയിരിക്കും. SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ളത്. എന്നാ SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. എന്നോടൊപ്പം ഇന്ന് കൂടെയുള്ളത് ഒരു കലക്കൻ മ്യൂസിക് കപ്പിളാണ്. ഗൗതം വിൻസെന്റ് ആൻഡ് സോണി മോഹൻ. രണ്ടുപേരുടെയും മ്യൂസിക് ഫീൽഡ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ജീവിതത്തിൽ കരുതുന്ന ഒരു കാര്യം. നമുക്ക് വീണ്ടും SK ഹോട്ട്സ്പോട്ടിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് രണ്ടുപേരെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ യൂണിയൻ അത് തന്നെയാണ് നമുക്ക് അറിയാനുള്ള അടുത്തൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ഗൗതം വിൻസെന്റ് ആൻഡ് സോണി മോഹൻ ഒരു മ്യൂസിക് കമ്പോസർ ആണ്, പ്ലേ ബാക്ക് സിംഗർ ആണ്. ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഒന്നിക്കൽ ആക്ച്വലി മ്യൂസിക് തന്നെയാണെന്ന് എനിക്കറിയാം. അല്ലാതെ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എലമെന്റ് ഉണ്ടോ? ഞങ്ങൾ ആക്ച്വലി 2 പേരും 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള 2 ആൾക്കാരാണ്. ആ 2 ആൾക്കാരെ ഒരുമിപ്പിച്ചത് മ്യൂസിക് ആണ്. അപ്പൊ മ്യൂസിക് ആൻഡ് മ്യൂസിക് ഓൺലി എന്നൊരു വാചകം മാത്രമേ പറയാനുള്ളൂ. ലവ് ആൻഡ് ലവ് ഓൺലി മാറ്റി നമ്മൾ മ്യൂസിക് ആൻഡ് മ്യൂസിക് ഓൺലി. ശരിക്കും നിങ്ങൾക്ക് ഭയങ്കര രസമായിരിക്കുമല്ലോ ഈ ലിഷർ ടൈമിലൊക്കെ ഒരു പാട്ട് അങ്ങോട്ട് പാടിയേ, പാട്ടും പ്ലേ ചെയ്യണ്ട. നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്റ്റുഡിയോ ഉണ്ട്. അപ്പം ഗൗതം ഒരു കമ്പോസിംഗിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടായിട്ടുള്ള വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ ഒരു ഡോർ തുറന്ന് വന്ന് പെട്ടെന്ന് ഈ ഒന്ന് പാടി തരും, ഒരു 4 വരി ഞാനിപ്പോ കമ്പോസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് പാടി തരും. അങ്ങനെ ട്രാക്ക് പാടിയതാണ് ഇപ്പൊ നേരത്തെ കേട്ട പാട്ട്. ഞാൻ ഗൗതമിന്റേതായിട്ട് പാടിയ ഒരുവിധം എല്ലാ പാട്ടുകളും ഞാൻ ട്രാക്ക് പാടിയിട്ട് വേറെ ആർക്കെങ്കിലും ഒക്കെ പാടാൻ ഗൗതം മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ക്ലയന്റ് കേട്ട് ഈ കുട്ടി തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞ പാട്ടുകളാണ്. അതുകൊണ്ട് ഇപ്പൊ ട്രാക്ക് പാടാൻ ഞാൻ ഓടി ചെല്ലും, വിളിക്കേണ്ട താമസമേ ഉള്ളൂ. ഒരു വിളിക്കപ്പുറം ഞാൻ ഉണ്ട്. അതെ അതെ, ഇങ്ങനെ ഒരു സാധ്യത അതിനകത്ത് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പിന്നെ ഒട്ടും മടിച്ചു നിൽക്കാതെ വേഗം പോയി ട്രാക്ക് പാടിക്കൊള്ളു. അതാണ് സ്പിരിറ്റ്. അതെ അതെ. ഓക്കെ, സോ കേട്ടോണ്ടേയിരിക്കും SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ളത്. എന്താ SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. അപ്പോഴേ SK ഹോട്ട്സ്പോട്ടിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മ്യൂസിക് കമ്പോസറും പ്ലേ ബാക്ക് സിംഗറും ആണ്, ഗൗതം വിൻസെന്റ് ആൻഡ് സോണി മോഹൻ. ഇനി നമ്മൾ എല്ലാവരും അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം ശരിക്കും അമ്മയെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇപ്പോ ഇവരുടെ 2 പേരുടെയും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ
ഇതിന് പിന്നിൽ ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് ഒരു പാട്ടിന് വേണ്ടത് ലിറിക്സ് ആണ്. സോ ഈ ലിറിക്സുകൾ എഴുതിയിരിക്കുന്നത് ഗൗതമിന്റെ അമ്മയാണ് അല്ലേ? അതെ അതെ അതെ, അമ്മ ഒരുപാട് പാട്ടുകൾ ലിറിക്സ് എനിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റേഡിയോയില് സോങ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ആളുകൾ പാട്ടുകൾ ചോദിക്കുമ്പോൾ പാട്ടുകൾ വെച്ച് കൊടുക്കുന്നു. ഇതാണ് ആ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. സോ അവര് ഈ ഒരു പാട്ട് ചോദിക്കുന്ന സമയത്ത്, ഒരു സ്പെഷ്യൽ സോങ് ചോദിക്കുന്ന നേരത്ത് നമ്മൾ ആദ്യം തന്നെ വരികൾ എഴുതിയിരിക്കുന്നത് ആരാണ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആരാണ്, പാടിയിരിക്കുന്നത് ആരാണ്, ഈ ഒരു ഓർഡർ ആയിരിക്കും നമുക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ലിറിക്സ് എഴുതിയിരിക്കുന്നു അമ്മ, അതുപോലെ കമ്പോസ് ചെയ്തിരിക്കുന്നു മകൻ, അതുപോലെ പാടിയിരിക്കുന്നത് ഭാര്യ. അങ്ങനെ ഒരു ഫാമിലി വൈബ് നമുക്ക് കിട്ടും. ആൻഡ് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് കേട്ടോ, തിരുവോണം എന്ന് പറയുന്ന ഒരു ഓണപ്പാട്ട്. നമ്മുടെ മധുബാലകൃഷ്ണൻ സാറും അതുപോലെ സോണിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ട്രാക്ക്. അത് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. അത് കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ചെയ്തൊരു ഓണമല്ല, അതിന് മുമ്പ് ഓണം അമ്മ എഴുതി ഗൗതം മ്യൂസിക് ചെയ്ത് എനിക്ക് മധുചേട്ടന്റെ കൂടെ പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയൊരു പാട്ടാണ്. അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ, അപ്പൊ ഒരു ഓണപ്പാട്ട് എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് ഒരു വരികൾ എഴുതി തന്നതാണ്, ഇത് നീ ഒന്ന് കമ്പോസ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സോണി അത് പാടി കഴിഞ്ഞപ്പം ഞാൻ മധുചേട്ടനെ ജസ്റ്റ് റാൻഡം ആയിട്ടൊന്ന് കേൾപ്പിച്ചേട്ടൻ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, എനിക്ക് അതിൽ 4 വരി ചേട്ടൻ പാടിയ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്താ കൗതുകം പറഞ്ഞ ചേട്ടൻ ഓടി വന്ന് പാടുമായിരുന്നു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. എന്തായാലും മധുബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സിംഗർ ഇപ്പോ കുറച്ചു നാൾ മുൻപ് ഒരു ഷോയില് തന്നെ വന്നതാണ്. നോർമൽ മലയാള അക്ഷരമാല ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊരു പാട്ട് പാടിയത് എല്ലാവരും മേ ബി കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇത്രയും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റുന്ന വേറൊരു ഗായകനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എക്സ്ട്രീംലി ടാലന്റഡ്, എക്സ്ട്രീംലി ഡെഡിക്കേറ്റഡ് ആണ്. ഡെഡിക്കേഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആവും അത് ചേട്ടന്റെ പോലുള്ള ആർട്ടിസ്റ്റുകളുടെ. വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഇനിയും കൂടുതൽ പരിപാടികളിൽ ഇങ്ങനെ ഒരു റിയൂണിയൻ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും കലക്കൻ ബ്യൂട്ടിഫുൾ സോങ്സ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നു സോണിയുടെ എൻ കനവിൽ എന്നുള്ള സോങ് ത്രൂ സർഗക്ഷേത്ര 89.6 FM. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM. അന്നയാണ് കൂടെയുള്ളത്. ഇന്ന് SK Hotspotൽ ഗൗതം വിൻസെന്റും സോണി മോഹനാണ് കൂടെയുള്ളത്. മ്യൂസിക് കമ്പോസർ ആൻഡ് പ്ലേ ബാക്ക് സിംഗർ. ഇവർ രണ്ടുപേരും ഒത്തൊരുമിച്ച് ഒരു യാത്ര ചെയ്യാണ്, അവരുടെ ജീവിതയാത്ര. അപ്പോൾ ഈ കപ്പിളിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് മിക്കവാറും അവരുടെ യൂട്യൂബ് ചാനൽസ് തന്നെയായിരിക്കും അല്ലേ? അതെ, അപ്പൊ മറ്റൊരു തുടക്കം യൂട്യൂബ് ചാനൽസ് ആണ്. അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിയിട്ടുള്ള ഒരു മീഡിയം ആക്ച്വലി യൂട്യൂബ് ചാനൽ തന്നെയായിരിക്കും. സോ എങ്ങനെയാണ് യൂട്യൂബ് ജേർണി, എത്രത്തോളം ആയിരുന്നു സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ? എന്റെ ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഈ പാട്ടൊക്കെ ഒന്ന് അടച്ചു വെച്ചിരുന്ന സമയത്തൊന്ന് പൊടി തട്ടി എടുത്തത് ആ സമയത്തായിരുന്നു. ഒരുപാട് വിഷമങ്ങൾ പിടിച്ചൊരു സമയമായിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ഒരു പാട്ടിനെ ഒന്നുകൂടി നന്നാക്കി കൊണ്ടുവരാൻ എടുത്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ആ സമയത്താണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഫ്രീക്വന്റ് ആയിട്ട് കവർ സോങ്സ് അപ്ലോഡ് ചെയ്യുന്നതും. അതിന്റെ ഒരു വലിയൊരു ടിപ്പ് ഗൗതമിനും ഉണ്ട് കേട്ടോ. ആ സമയത്താണ് ഗൗതമിനെ പരിചയപ്പെടുന്നതും പാട്ടിലേക്ക് കൂടുതൽ ഞാൻ എന്റെ കരിയർ ഇതാണ് എന്നുള്ളൊരു ബോധോദയം വരുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഈ ഒരു കൺഫർമേഷൻ കിട്ടിയ ടൈമാണ് കോവിഡ് ടൈം എന്നല്ലേ? അതായത് നമ്മുടെ കരിയർ ഇതാണ് എന്ന് ഉറപ്പിച്ചൊരു സമയമാണ്. ആക്ച്വലി കൊറോണ അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടം കുറേയധികം ആളുകൾക്കും വിഷമങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളതെങ്കിലും പക്ഷെ കുറേയധികം ടാലൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിയാൻ കൂടി പലർക്കും പറ്റിയൊരു സമയം കൂടിയാണ്. കാരണം നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു, വേറെ പല കാര്യങ്ങളും മാറ്റി വെച്ച് നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാനുള്ള ഒരു സമയം തന്ന ഒരു കാലയളവായിരുന്നു കോവിഡ്. അപ്പം നമ്മുടെ ഉള്ളില് ഈ ഒരു സംഭവം ഉണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഇതായിരുന്നു ആഗ്രഹം എന്നൊക്കെ തിരിച്ചറിഞ്ഞൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പം പാട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് മ്യൂസിക് ക്ലാസ് കർണാട്ടിക് എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സമയത്താണ്. അപ്പോ ഇപ്പം സോണി പറഞ്ഞ പോലെ തന്നെ എന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ബേക്കറിനെ ഞാൻ പുറത്തെടുത്തത് അപ്പോഴായിരുന്നു. ഓ അടിപൊളി. എക്സൈറ്റ്മെന്റിന്റെ ഫാക്ടർ ഒന്നും ഇല്ല, എന്നെ മുളയിലെ നുള്ളി സാരില്ല, പക്ഷെ ഞാൻ തിരുമ്പി വരുവേ. അപ്പൊ ഇനി എന്തായാലും ഗൗതം ചേട്ടന്റെ എങ്ങനെയായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനലിലേക്കുള്ള? ഞാൻ ആക്ച്വലി യൂട്യൂബ് ചാനലില് അധികം നമ്മുടെ കണ്ടന്റുകൾ ഇടുന്നല്ല, ഞാൻ കമ്പോസ് ചെയ്യുന്ന മിക്ക സോങ്സും അതിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ യൂട്യൂബ് ചാനലിലായിരിക്കും വരിക. പിന്നെ ഇടയ്ക്ക് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇടുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ എന്റെ യൂട്യൂബ് ചാനലുള്ളൂ. അതുകൊണ്ട് അധികം
അങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കുന്നില്ല. കംപ്ലീറ്റ്ലി ഫോക്കസിങ് ആണ്. ഓക്കെ, അപ്പോൾ സോണിയുടെ യൂട്യൂബ് ചാനൽസ് നമ്മൾ ആദ്യത്തെ വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിലും കുറെ അധികം കവർ വേർഷൻസ് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ ആയിട്ട് നമുക്ക് തരും. അത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് എലമെന്റും കിട്ടും. അതുപോലെ ഇനിയും പോട്ടെ, നിങ്ങളുടെ രണ്ടുപേരുടെയും യൂട്യൂബ് ജേർണി കലക്കനായിട്ട് പോട്ടെ. കുറെ അധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടി, സൂപ്പർ ആവട്ടെ കാര്യങ്ങൾ. ഓക്കെ ഓക്കെ, ഇനി എന്തായാലും നമ്മൾ ഒരു ചെറിയ റാപ്പിഡ് ഫയർ സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. പക്ഷേ പാട്ടുകളാണ് അതിന് മുൻപ് വരാൻ പോകുന്നത്. ഇവർ രണ്ടുപേരും ഒന്ന് പ്രിപ്പയർ ആവട്ടെ മനസ്സുകൊണ്ട്. ആ സമയത്ത് നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് ഓടി വരാം. SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗ ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. അപ്പോഴേ SK ഹോട്ട്സ്പോട്ടിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മ്യൂസിക് കമ്പോസറും പ്ലേബാക്ക് സിംഗറും ആണ്, ഗൗതം വിൻസെന്റ് ആൻഡ് സോണി മോഹൻ. പാട്ടുകൾക്ക് തൊട്ട് മുൻപ് നമ്മൾ ഒരു ചെറിയ റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ഇവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഭാവഗാനം എന്നുള്ള ഒരു പേരിലാണ് നമ്മുടെ ഈ ഒരു റാപ്പിഡ് ഫയർ സെക്ഷൻ വരാൻ പോകുന്നത്. സിമ്പിൾ ആണ്. ഞാൻ കുറച്ച് ഇമോഷൻസ് അങ്ങോട്ട് പറഞ്ഞുതരും. ഈ ഇമോഷന് പറ്റിയ പാട്ട് ചടപടയെന്ന് ഞാൻ ചോദിക്കുന്നതിന് സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു തരണം. ഇത്രയേ ഉള്ളൂ. പക്ഷെ പറഞ്ഞു തരുക മാത്രമല്ല, പാടും വേണം. കുറച്ച് മുൻപേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്ക് പ്ലേ ചെയ്യാനായിട്ടുണ്ടാവോ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പണി കൊടുക്കാനായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ എന്നെ വിഷമപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എന്റെ കയ്യിൽ ഇപ്പോ നിലവിൽ ഒറ്റ ഇൻസ്ട്രുമെന്റ്സും അവൈലബിൾ അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ വിചാരിച്ചു എന്ന് വെച്ചാല്, ഞാൻ തരുന്ന ഭാവത്തിന് പാട്ട് കണ്ടുപിടിക്കേണ്ടത് ഗൗതമിന്റെ ഉത്തരവാദിത്വമാണ്. അതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഗൗതമിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ പാട്ട് പാടേണ്ടത് സോണിയുടെ ഡ്യൂട്ടിയാണ്. സോ ഇതൊരു കപ്പിൾ ചാലഞ്ച് ആയിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുക്കുമല്ലേ? അതാണ് സ്പിരിറ്റ്. അപ്പൊ നമുക്ക് എന്ത് കാര്യം തുടങ്ങുമ്പോഴും സന്തോഷത്തോടു കൂടി തുടങ്ങേണ്ടതുകൊണ്ട് ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് വേണ്ടത്. ഹാപ്പിനെസ്. പാട്ട് പറ. മണിക്കുട്ടി ഈസ് റണ്ണിങ്. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മള് ഏത് പാട്ടാണ്? സോണി ഔട്ടാക്കും തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിതോടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ചീറ്റിംഗ് ഇത് നടക്കില്ല. ഹാപ്പിനെസ് പറയുമ്പോൾ നമുക്ക് അല്ല ക്രോണിക് ബാക്ക് ചിരിയോ എന്ന് പറഞ്ഞ പാട്ട് ദീപകേട്ടന്റെ മ്യൂസിക്കില് ആ സോങ് അടിപൊളി. സൂപ്പർ. പോന്നോട്ടെ, പാട്ട് പോന്നോട്ടെ. നിന്നം തരച്ചിരിയിൽ തിരനാൾ തിരയോ തുടിയോ നീ തുടതടി തുടുക്കുന്ന തിരുവാതിരയോ നിന്നം തരച്ചിരിയിൽ തിരനാൾ തിരയോ തുടിയോ നീ തുടതടുക്കുന്ന തിരുവാതിരയോ. ഞാൻ നേരത്തെ എന്നോട് എന്തെങ്കിലും സൗണ്ട് ഒക്കെ പുറപ്പെടുപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അതുകൊണ്ട് ഈ പാട്ടിൽ സൗണ്ടുകളൊക്കെ ആ സാധനം വിട്ടതല്ലേ ഞാൻ കേട്ടായിരുന്നു. അയ്യോ, എന്റെ ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട് അടുത്തത്. വിഷമം അല്ലെങ്കിൽ സങ്കടം. ഇന്നലെ എന്റെ നെഞ്ചില് അയ്യോ പൊളി. ആരും വിളിച്ചില്ല പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരിൻ കാവലിൻ ആരും തുടച്ചില്ല ചന്ദന പുഞ്ചിതയിൽ എന്റെ അച്ഛനെറിയുമ്പോ മച്ചകത്താരോ തീങ്ങിപ്പറക്കുന്നതമ്പല പ്രാവുകളോ അമ്പലപ്രാവുകളോ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ കാറ്റിൻ മൺവിളക്കുതിയില്ലേ കൂരിരുക്കാവിന്റെ മുറ്റത്തെ മുള്ള പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇപ്പൊ ഞാനോട്ട് കൂടെ ഞാനിവിടെ ഒറ്റയ്ക്ക, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
ആക്ച്വലി എന്നെയും കൂടി വിഷമിപ്പിച്ചോട്ടോ സോണി, ഇത് വേണ്ടായിരുന്നു. ഞാനും വിചാരിച്ചു ഈ പാട്ട് ഞാനല്ല സെലക്ട് ചെയ്തത്, ഗൗതമാണ് സെലക്ട് ചെയ്തത്. ഞാനും ആലോചിച്ചു വേറെ എന്തോ ഒരു പാട്ടുണ്ടായിരുന്നു. സങ്കടമാണല്ലോ. പക്ഷെ നമ്മുടെ ഭാവഗാനം ഗെയിമില് ഇതാണ് വേണ്ടത്, അതുകൊണ്ട് പിന്നെ കറക്റ്റ് ആയിട്ട് നമ്മള് പോയിന്റ് സ്കോർ ചെയ്തിട്ടുണ്ട്. അടുത്തത് റൊമാൻറ്റിക് ആണ്. പോന്നോട്ടെ. റൊമാൻറ്റിക് ശ്വാസമായി എന്റെ പാട്ട് തന്നെ. പോന്നോട്ടെ. നിറയും ഇതൊരു നറുനിലവണി നീ അനുപമളയതര സംഗീതം ഉയരാൻ ഈ ജന്മം ഈണം തേടും കിളികൾ പോ ഉയരാനോ ചിറകായി നീ ഇന്നും കൂടി തണലാകാൻ നീയായി പ്രിയനെന്നും പിരിയാതെ പിന്നെ അല്ല, നമ്മുടെ ആക്ട്രസ് സ്വാസികയുടെ വെഡിങ് സോങ് ആയിട്ട് നമ്മൾ ചെയ്തൊരു പാട്ടായിരുന്നു. നമ്മൾ എന്തായാലും അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ, ആ ഒരു ശ്വാസമായിലേക്ക് എത്തുന്നുണ്ട്. ഗൗതം അങ്ങനെയാണ്, ഒരു ചാൻസ് മിസ്സാക്കാറില്ല സ്വന്തം പാട്ടുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ അല്ല, നമുക്ക് അതാണ് വേണ്ടതും. അതാണ് വേണ്ടത്. അതെ, പാട്ടുകളെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണ്ടേ. പിന്നെ ആര് പ്രൊമോട്ട് ചെയ്യും? അതെ, ഒരു പരിധി വരെ വേറെ ആരും പ്രൊമോട്ട് ചെയ്യത്തില്ല. ഐ മീൻ നമ്മളൊരു ലെവലിൽ എത്തുന്നിടം വരെ വേറെ ആരും പ്രൊമോട്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, മുഴുവനായിട്ട് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത, നമ്മളൊരു ഈ പറയുന്ന ഒരു 4 ആള് പ്രിയപ്പെടുന്ന ഒരാളായി കഴിയുമ്പോഴാണ് കുറച്ചധികം അതിനുള്ള ഒരു സപ്പോർട്ട് കൂടുതലായിട്ട് കിട്ടുന്നത്. പക്ഷെ ഈ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കെല്ലാം സർവക്ഷേത്ര എഫ്എമ്മിലൂടെ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ഷൗട്ട് ഔട്ടും ഞാൻ തരുന്നു. എന്റെ തന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന. അവർക്ക് അതെ, എന്നെ വഴിതിരിച്ചു വിടാൻ നോക്കണ്ട, എന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. വിരഹം പാതിരാമഴയേതോ. ഓക്കെ, സോണിയ വന്നാട്ടെ. പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപ്പൂവിതളെങ്ങോ പിന്നിലാവിടലിഞ്ഞോ നീലവാർമുഖിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയേതോ ഹംസഗീതം പാടി. വാവ്, ശരിക്കും നമ്മുടെ ഈ ഒരു റാപ്പിഡ് ഫയർ സെഗ്മെന്റ് അവസാനിക്കുന്ന സമയത്ത് എനിക്ക് 20-ൽ 20 എന്നല്ലാതെ വേറൊരു സ്കോർ തരാൻ സാധ്യതയില്ല. ഓക്കെ, സമ്മാനം നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ തന്നേക്കാം. പിന്നെ പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ പിന്നെ ഫോണുകൾ എടുക്കുന്നില്ല. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു ഗ്രഹത്തിലാണെന്നൊക്കെ. ഓക്കെ, ഞാന് ഇവരെ നൈസായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഗ്യാപ്പിൽ പാട്ടൊക്കെ കേട്ട് വരണം കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കും. SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ളത്. എന്നാ SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. അങ്ങനെ വീറും വാശിയും മുഴക്കിക്കൊണ്ടുള്ള ഒരു റാപ്പിഡ് ഫയർ സെഗ്മെന്റിന് ശേഷം നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമ്മുടെ മ്യൂസിക് കമ്പോസർ ആൻഡ് പ്ലേ ബാക്ക് സിംഗർ കപ്പിളിനെ തന്നെയാണ് നമ്മൾ വീണ്ടും തേടിയെത്തിയിരിക്കുന്നത്. ഗൗതം വിൻസെന്റ് ആൻഡ് സോണി മോഹൻ. ഇനി കുറച്ച് മുൻപേ നമ്മുടെ റൊമാൻറ്റിക് ട്രാക്കിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ശ്വാസമായി എന്ന് പറഞ്ഞൊരു പാട്ട് സോണി പാടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗൗതം ആണെന്നും പറഞ്ഞു. ആൻഡ് ഇതിന് പിന്നിൽ നമ്മുടെ സ്വാസികയുടെ കല്യാണവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടായിട്ട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ കല്യാണ പാട്ടിനെ പറ്റിയിട്ടാണ്. മാംഗല്യം എന്ന് പറയുന്ന പാട്ടിലാണ് ശരിക്കും ശ്വാസമായി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടായത് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് വളരെ സത്യമാണ്. ഞങ്ങളുടെ കല്യാണം 2023 ഏപ്രിൽ 24 അപ്പം ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്കിലാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഞങ്ങള് ചെയ്യുന്നത്. എന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു കേട്ടോ. ഞാൻ അവിടെ അഭിമാന പുരസ്സരം സമർപ്പിക്കുന്നു. എന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു അത്. കാരണം നമ്മുടെ കല്യാണത്തിന് നമ്മൾ മ്യൂസീഷ്യൻസ് ആകുമ്പം നമ്മൾ ചെയ്തൊരു പാട്ടായിരിക്കുമല്ലോ കുറച്ചുകൂടി ആപ്റ്റായിട്ട്. വേറെ പാട്ട്, അതെ, നമുക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാലോ എന്നോർത്ത് അങ്ങനെ ഞാൻ അത് ഇനീഷ്യേറ്റീവ് എടുത്ത് ഗൗതമിന്റെ അടുത്ത് അവതരിപ്പിച്ചപ്പം ഗൗതം അത് ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സും വേറെ വർക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു തിരക്ക് കൊണ്ട് നമ്മൾ കുറച്ചിങ്ങനെ ലാഗ് ചെയ്തു. പക്ഷെ എന്തായാലും
അത് ചെയ്യണം എന്നുള്ളൊരു ദൃഢനിശ്ചയം ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അത് ഏപ്രിൽ 24 കല്യാണമാണെങ്കിൽ ഏപ്രിൽ 20 നമ്മൾ ഇതിന്റെ പണി തുടങ്ങിയത്. ഓ പാട്ടിന്റെ ഐ മീൻ റെക്കോർഡിംഗ് തുടങ്ങിയത്. ആദ്യം കമ്പോസ് ചെയ്തു, ഒരു ദിവസം കൊണ്ട് നമ്മളത് കമ്പോസ് ചെയ്തു, ഞാൻ ലിറിക്സ് എഴുതി, ഞാൻ അതിന്റെ റഫ് പാടി. പിന്നെ ഒരു ദിവസം കൊണ്ടാണ് ഗൗതം ഇതിന്റെ മ്യൂസിക് ചെയ്തു, മ്യൂസിക്കിനനുസരിച്ച് ഞാൻ ലിറിക്സ് എഴുതി, അതിന്റെ ട്രാക്ക് പാടി. പിന്നെ നമ്മുടെ സ്റ്റാഫ് സിംഗറിൽ ഉണ്ടായിരുന്ന അഭയ് അശോകാണ് ഇതിന്റെ മെയിൽ പോർഷൻ പാടുന്നത്. ഓ മെയിൽ പോർഷൻ. അതെ, ഒരു പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്തു. ആക്ച്വലി അഭയ് ആ സമയത്ത് തമിഴ്നാട്ടിലായിരുന്നു. അപ്പം അഭയ്ക്ക് അടുത്ത് സ്റ്റുഡിയോ ഒന്നും ഇല്ലാത്തൊരു ലൊക്കേഷനിലായിരുന്നു, ചെന്നൈ ഒന്നുമല്ല. അപ്പൊ അഭയ് ആക്ച്വലി അഭയുടെ ഐഫോണിന്റെ ഹെഡ്ഫോണിലാണ് പാടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആണോ? ഇല്ല, വിശ്വസിക്കില്ല. ഞാൻ ചോദിക്കാൻ വരുന്നത് ആണോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. പ്രോപ്പർ മൈക്കിലല്ല പാടിയ ഒരു ആ പാട്ട് ഐഫോണിന്റെ ഹെഡ്ഫോണിലുള്ള മൈക്കില് പാടി റെക്കോർഡ് ചെയ്ത് അയച്ചതെന്നാണ്. സമയവും ഇല്ല, നമുക്ക് അഭയ് തന്നെ അത് അഭയുടെ വോയിസിൽ അത് ആ പാട്ട് ഓക്കെ ആയിരുന്നു. ഇപ്പം പാടണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഓക്കെ വന്നപ്പോ എല്ലാം ചടപടേന്നായിരുന്നു. ഓ അതെന്തായാലും പൊളിച്ചോട്ടോ. എന്തായാലും സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നോർമൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇത് പാടിയെന്ന്. എന്തായാലും കൊള്ളാം. അത് നമുക്ക് മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്ത എന്റെ എഞ്ചിനീയർ അർജുൻ കൊട്ടാരം ആണ് അതിന്റെ മിക്സ് ചെയ്തത്. അപ്പം അത് മൈക്കിൽ റെക്കോർഡ് ചെയ്ത പോലെ തന്നെ വന്നത് ആളുടെ പ്രോസസിംഗിന്റെ ഒക്കെ സ്കില്ല് കാരണമാണ്. സോ അതിനൊരു ബിഗ് ഷൗട്ട് ഔട്ട് ഇതിൽ കൂടെ ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും യെസ്. അങ്ങനെ നമ്മുടെ മാംഗല്യത്തിന്റെ വിശേഷത്തിൽ നിന്ന് നമ്മൾ ശ്വാസമായിലേക്ക് എത്തിയതാണ് അറിയേണ്ടത്. അതെ, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഈ പാട്ട് വെച്ചിട്ട് ഞങ്ങള് സ്റ്റോറി ഇട്ടപ്പോഴാണ് സ്വാസിക കണ്ടിട്ട് ഇതുപോലൊരു പാട്ട് അവരുടെ വെഡിങ്ങിന് ചെയ്തു കൊടുക്കൂ എന്ന ഗൗതമിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മള് അങ്ങനെ ഒരു പാട്ട് അവർക്കും ചെയ്തു കൊടുക്കുന്നത്. അല്ല, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അല്ല, ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറി. ഇപ്പം ഞാനൊരു പാട്ട് ചെയ്താൽ ആ പാട്ട് എവിടെയൊക്കെ ഇടാൻ പറ്റും അവിടെ എല്ലാം ഞാൻ അത് ഇടുന്നൊരു സ്വഭാവം എനിക്കുള്ളത്. നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി. അതെ. അപ്പം ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറിയുടെ ടൈമിൽ ഇട്ടപ്പോഴാണ് എന്റെ അടുത്ത് അതിന് മുമ്പ് നമുക്ക് കല്യാണത്തിന്റെ ഒരു പാട്ട് എന്തായാലും സ്വന്തമായിട്ട് പാടി ചെയ്യണം എന്നുള്ളൊരു ആശയം ഇങ്ങനെ സ്വാസിക പറഞ്ഞിരുന്നു. അപ്പൊ ഒരു കവർ സോങ് ചെയ്യാന്നുള്ളൊരു മൂഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ സോങ് ഇങ്ങനെ ഇട്ട് കണ്ടപ്പം എന്നാ പിന്നെ നമുക്കൊരു ഒറിജിനൽ ആവാം എന്നുള്ളൊരു മൂഡിലായി. അങ്ങനെ പെട്ടെന്ന് ഇത് കമ്പോസ് ചെയ്ത് എന്റെ അമ്മയാണ് അതിന്റെ വരികൾ എഴുതിയത്. അമ്മയും പെട്ടെന്ന് തന്നെ ഈ ശ്വാസമായി എന്നുള്ള സംഭവം സ്വാസികയായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്തൊരു വരിയാണ് ശ്വാസമായി അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ സ്വാസികയ്ക്ക് അത് കണക്ട് ആയി. അങ്ങനെ പ്രേം സ്വാസിക രണ്ടുപേരും കിഡിലിനായിട്ട് അഭിനയിച്ചൊരു വീഡിയോ ഒക്കെ എടുത്ത് അഭിനയിക്കണമെന്നില്ല, അവര് ജീവിച്ചൊരു വീഡിയോ എടുത്തു. ശരിയാണ്, അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ കുറച്ച് നാൾ മുൻപൊക്കെ റിലീസ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, അങ്ങനെ 2 ദിവസം കൊണ്ട് 1 മില്യൺ വ്യൂവേഴ്സിന് മേളിലായി. അത് പാടിയത് ഋതു കൃഷ്ണ എന്ന് പറഞ്ഞ സ്റ്റാർ സിംഗറിന്റെ വിന്നർ ആയിരുന്നു. ഋതു കൊല്ലത്തുനിന്ന് പാടി അയച്ചത്. ഞങ്ങൾ ആക്ച്വലി നേരിട്ട് കണ്ട് ചെയ്ത വർക്കല്ല, ഞാൻ അയച്ചു കൊടുത്ത കൊല്ലത്തുനിന്ന് പാടി ഇങ്ങോട്ട് അയച്ച്. അതും അങ്ങനെ തന്നെ നടന്നൊരു വർക്കായിരുന്നു. ഇപ്പൊ നജീമിക്കാണെങ്കിലും മധുചേട്ടനാണെങ്കിലും സുദീപ് ഏട്ടൻ, എൻ ജി ശ്രീനിവാസ, വിജയ് ചേട്ടൻ, വിജയ് യേശുദാസ്, ഹരിശങ്കർ ഇവരെല്ലാം കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ടൈം കൺസ്ട്രെയിന്റ് ഉള്ളപ്പോൾ നമുക്ക് റിമോട്ട് ആയിട്ട് ചെയ്താലും അത് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ, ഇപ്പം ഋതുവാണെങ്കിലും ഞാൻ കൊടുത്ത ഇൻപുട്ട് എനിക്ക് അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് ഔട്ട്പുട്ട് തന്നു. അഭയാണെങ്കിലും അങ്ങനെ തന്നെ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയോണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ നോക്കേണ്ട വന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ 2 കല്യാണ പാട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്തേക്കാം, SK ഹോട്ട്സ്പോട്ടിലൂടെ ഈ 2 ബ്യൂട്ടിഫുൾ സോങ്സും കേൾക്കാം. കേട്ടോണ്ടേയിരിക്കും SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ളത്. എന്താ SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. അങ്ങനെ ശ്വാസമായി എന്നുള്ള പാട്ടും കേട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഞായറാഴ്ചയിലെ സ്പെഷ്യൽ മെനുവിലേക്ക് SK ഹോട്ട്സ്പോട്ട്. ആൻഡ് ഈ പാട്ടിന്റെ ഫുൾ ഓണർഷിപ്പ് ഉള്ള 2 പേരാണ് ഇന്ന് നമ്മളോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ എത്തിയിരിക്കുന്നത്. ഗൗതം വിൻസെന്റ് ആൻഡ് സോണി മോഹൻ. എങ്ങനെ പോകുന്നു GS ബാൻഡിന്റെ യാത്ര? ഞങ്ങൾ അതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഞങ്ങളുടെ ഒരു ഓൺ സോങ്സും കവർ സോങ്സും ഒക്കെ അതിന്റെ ഒരു പണിപ്പുരയിലാണ്. ഉടനെ തന്നെ ഞങ്ങളുടെ ബാൻഡിന്റേതായിട്ടുള്ള കുറച്ച് പാട്ടുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പ്രൊജക്ട് GS ബാൻഡ് എന്നാണ് ഞങ്ങളുടെ ബാൻഡിന്റെ പേര്. ഓക്കെ, പ്രൊജക്ട് GS ബാൻഡ്. ശരി, യെസ്. അതുപോലെ ഇപ്പോ കുറേയധികം ഇവന്റ്സുകളിലും നിങ്ങൾ നിങ്ങളുടെ മ്യൂസിക് കേൾപ്പിച്ച് എല്ലാവരെയും ആരാധകരെ ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ ഈ ബാൻഡിന്റെ ഒരു ലോഞ്ച് പ്രോഗ്രാം നമ്മുടെ കമൽഹാസൻ സാറിന്റെ ഇന്ത്യൻ ടൂറിന്റെ പ്രൊമോഷൻ വേദിയിൽ ഞങ്ങളുടെ ഒരു ബാൻഡിന്റെ ലോഞ്ച് പ്രോഗ്രാം ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിലേക്കും നമ്മൾ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ തോക്കി കയറി വെടിവെക്കുന്നുണ്ടല്ലേ? ഇല്ല, നമുക്കൊരു ഇൻട്രോ വേണമല്ലോ എന്തിനും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ആവശ്യമാണ്. ബാൻഡിനെ പറ്റി ചോദിച്ചിട്ടാണ് ബാൻഡിന്റെ ഒരു ഒഫീഷ്യൽ ഫസ്റ്റ് പ്രോഗ്രാം ഇവിടെ ഈ ഒരു പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് കുട്ടികളുടെ അടുത്തൊക്കെ
കോളേജിലൊക്കെ കുറെ അധികം പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും അല്ലെ? അതെ അതെ തീർച്ചയായിട്ടും. കോളേജ് ഷോസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു മേഖല എന്ന് പറഞ്ഞാൽ കോളേജിൽ പെർഫോം ചെയ്യുന്നതാണ്. കാരണം കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ സ്റ്റേജ് നിൽക്കുമ്പോൾ തരുന്ന നമുക്ക് കുട്ടികൾ തരുന്ന ഒരു എനർജി അത് ഭയങ്കരമാണ്. നമ്മളും കുട്ടിയായ പോലെ തോന്നും അല്ലെ? നമ്മൾ കുട്ടിയാണല്ലോ. അപ്പോ ആ ഒരു സ്പിരിറ്റ് ഇനിയും പ്രൊജക്ട് GS ബാൻഡിന് ഫുൾ സപ്പോർട്ട് കിട്ടട്ടെ. കൂടെ നമ്മള് കുറച്ച് മുൻപേ സോണി പറഞ്ഞ കാര്യത്തിലേക്ക് വരുവാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ് അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇന്ത്യൻ 2 മൂവിയുടെ പ്രൊമോഷന്റെ സമയത്ത് നമ്മുടെ കേരളത്തിലേക്ക് ഉലക നായകൻ കമൽ ഹാസൻ സാറൊക്കെ വന്ന ആ ഒരു പ്രോഗ്രാം, ആ ഒരു ബിഗ് ഇവന്റ് വലിയൊരു മൊമെന്റ് തന്നെയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ. അതെ അതെ തീർച്ചയായിട്ടും. നമ്മുടെ എക്സ്പെക്ടഡ് ആയിരുന്നു, ബട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ്, നല്ല മൊമെന്റ്സ് കിട്ടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, നമ്മുടെ കമൽ ഹാസൻ സാറിന്റെ തന്നെ കുറെ അധികം ഹിറ്റ് സോങ്സ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആൻഡ് അതിനുശേഷം റീട്രെൻഡിങ് ആയി മാറിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗുണ മൂവിയിലെ സോങ് കൺമണി അൻപോട് കാതലൻ അല്ലെ? ആ പാട്ട് നമ്മുടെ കമൽ ഹാസൻ സാർ സിനിമയിൽ എങ്ങനെയായിരുന്നു ആക്ട് ചെയ്തത് അതുപോലെ സോണിയോട് പാടുകയാണ് ഇങ്ങനെ. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആരാ? തലേന്ന് രാത്രിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് പെട്ടെന്ന് വന്നൊരു കോളായിരുന്നു. അങ്ങനെ അന്ന് പ്രോഗ്രാമിന്റെ അന്ന് രാവിലെ ഇരുന്ന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. സാറിന്റെ കുറച്ച് പാട്ടുകൾ വെച്ചിട്ട് ഒരു ഫ്യൂഷൻ സാറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ വിചാരിച്ചത്. അത് ചെയ്തു. പിന്നെ ഈ കൺമണി ഈ പറയുന്ന പോലെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് പാട്ടാണ്. ട്രെൻഡിങ്ങിൽ അപ്പോഴും ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരുന്ന ഒരു പാട്ടായതുകൊണ്ട് ആ പാട്ട് പാടുമ്പോൾ ജസ്റ്റ് ഒന്ന് സാറിന്റെ അടുത്ത് കൂടെ പാടാൻ വേണ്ടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ചോദിക്കാം എന്നൊക്കെ പ്രിപ്പയർ ചെയ്തു. ജസ്റ്റ് സാറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ തന്നെ സാറ് ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്ന പോലെ അതിന്റെ ഡയലോഗ് പറഞ്ഞ് അത് കൂടെ പാടി. അത് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് മൊമെന്റ് ആയിരുന്നു. അതെ, കാരണം അത്രയും ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്നു. ലുലുമാൾ നിറഞ്ഞിരിക്കുകയായിരുന്നു എല്ലാവരുടെയും. സാർ അത് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും കയ്യടികളും ആരവങ്ങളും. ആക്ച്വലി ഐ വാസ് ഷിവറിങ്. എനിക്ക് സാറിന്റെ അടുത്ത് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ സന്തോഷം കൊണ്ടാണോ എക്സൈറ്റ്മെന്റ് കൊണ്ടാണോ ഒരു ബ്ലെസ്ഡ് മൊമെന്റ് ആയിരുന്നു അത്. യെസ്, ഓക്കെ. അപ്പോ ഗൗതമിനെ സംബന്ധിച്ച് എന്തായിരുന്നു? ഇത് ആക്ച്വലി തലേന്ന് നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ മീഡിയ കോർഡിനേറ്റർ സുരാജ് ചേട്ടൻ എന്നെ വിളിച്ച് ഇതുപോലൊരു പ്രോഗ്രാം ഉണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ, ഫ്രീ ആണോ, അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനും സോണി ആക്ച്വലി ഒന്ന് അവൈലബിൾ ആയിരുന്നു. അപ്പൊ ബാക്കി ബാൻഡിലെ ആർട്ടിസ്റ്റുകളെല്ലാം അവൈലബിൾ ആണോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരെയും വിളിച്ചു, എല്ലാരും തന്നെ അവൈലബിൾ ആക്കി. അവർ ഇങ്ങനെ ഒരു ഇവന്റാന്ന് പറഞ്ഞപ്പോ എല്ലാരും തന്നെ വളരെ താല്പര്യത്തോടെ അവൈലബിൾ ആക്കി വന്നു. അങ്ങനെ അത് സംഭവിച്ചു. അടിപൊളി അടിപൊളി. എന്തായാലും ഇനിയും ഇതുപോലെ മറക്കാനാവാത്ത കുറെ മെമ്മറീസ് ഉണ്ടാവട്ടെ. ഓരോ ഗസ്റ്റിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു മൊമെന്റ് പറയാനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവര് വളരെ ഇഷ്ടപ്പെടുന്ന കുറെ അധികം കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ് ആണ് ഇതെന്ന് എനിക്കറിയാം. പക്ഷെ ഇതുപോലുള്ള കുറെ മൊമെന്റ്സ് നിങ്ങൾ രണ്ടുപേരുടെ ലൈഫിൽ ഈക്വലി കിട്ടട്ടെ എന്നുകൂടി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഓക്കെ, ഏതാണ് നിങ്ങൾ രണ്ടുപേരുടെയും ഇഷ്ടപ്പെട്ട ഒരു ട്രാക്ക്? പറയൂ, ഞാനിപ്പോ വെച്ചുതരും. കുറെ പാട്ടുണ്ട്, അതൊന്ന് ചൂസ് ചെയ്യാനാണ്. അന്നയുടെ ഒരു ഫേവറേറ്റ് പാട്ട് തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കല്ലേ. ശരി, നമുക്ക് എന്നാല് ആരാരും കാണാതെ എന്നുള്ള പാട്ട് കേട്ടല്ലോ, ചന്ദ്രോത്സവത്തിലെ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പാടിയിട്ട് ആ പാട്ടിലേക്ക് പോവാം. ആരാരും കാണാതെ ആരോമൽ കൈമുള്ള പിന്നെയും പൂവിടുന്നു. SK Hotspot. Once again, welcome back to SK Hotspot on Sargak Kshetra 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് നമ്മൾ ഇന്നൊരു സംഗീത ഹോട്ട്സ്പോട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മ്യൂസിക് കമ്പോസറും പ്ലേബാക്ക് സിംഗറും കൂടെ തന്നെയുണ്ട് ഗൗതം വിൻസെന്റ് ആൻഡ് സോണി മോഹൻ. ഗൗതമിനോടാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. ഗൗതം, കുറേയധികം കവർ വേർഷൻസ് ആക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കമ്പോസറാണ് ഗൗതം. ഇപ്പൊ അനന്യ ആവട്ടെ, രമ്യ നമ്പീശൻ ആവട്ടെ. ആക്ച്വലി അനന്യ പാടിയിട്ടുള്ള നമ്മുടെ ചുട്ടമല്ലേ സോങ് ഒക്കെ ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത്രയും നന്നായിട്ട് പാടുമായിരുന്നോ എന്ന് ഞാൻ റിയലൈസ് ചെയ്തത് ആ ഒരു വീഡിയോയിലായിരുന്നു കേട്ടോ. അപ്പോൾ ആക്ടേഴ്സിനോടൊപ്പം ഉള്ള ആ ഒരു മ്യൂസിക്കൽ ജേർണി അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഹാപ്പിനെസ് തരുന്നുണ്ട്? അത് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി ആദ്യമേ അനാർക്കലി ആയിട്ടാണ് ഒരു ഫസ്റ്റ് കവർ സോങ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അനാർക്കലി എന്റെ ഒരു ഒറിജിനൽ സോങ് പാടാൻ വന്നതാണ്. പക്ഷെ ആ പാട്ട് ഇതുവരെ റിലീസ് ആയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കോമഡി. ഒരു 4-5 വർഷം മുമ്പ് ചെയ്തതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് കവേഴ്സ് ചെയ്തു. അങ്ങനെ അനാർക്കലി നല്ല സിംഗറാണ് ആക്ച്വലി. ആക്ട്രസ് ആണെങ്കിലും നല്ലൊരു സിംഗറും കൂടെയാണ്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഓരോരുത്തരുമായിട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നു. കൊള്ളാം. എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ മറക്കാനാവാത്ത അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ആണ് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്.
പിന്നെ നമ്മളിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മൊമെന്റ് എന്ന് പറയുമ്പം ഇപ്പം ഞങ്ങള് കല്യാണം ആവാം. യെസ്, ഞാൻ ആ ഉത്തരം തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, നേരത്തെ ഒന്നും പറഞ്ഞു വെക്കണ്ടേ, അപ്പൊ പിന്നെ അധികം ഡൗട്ട് അടിക്കാതൊക്കെ പറയാലോ. അതെങ്ങനെ ശരിയാവും? കോയിൻസിഡൻസ് ആവണ്ടേ, എന്നാലും എനിക്ക് ഈ ഡയലോഗ് അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സോണിയെ സംബന്ധിച്ച് എന്താണ് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്? ഇത് തന്നെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഒരു തീരുമാനം തന്നെയായിരുന്നു. ഉറപ്പായിട്ടും ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സമയം. ഓക്കെ, എന്തായാലും കേട്ടോണ്ടേയിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ളത്. അന്ന SK Hotspot. ഫൈനലി നമ്മളിന്ന് SK ഹോട്ട്സ്പോട്ടിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് നമ്മളോടൊപ്പം മ്യൂസിക് കമ്പോസറും അതുപോലെ തന്നെ ഒരു പ്ലേ ബാക്ക് സിംഗറും ആണുള്ളത്. ആൻഡ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ലൈഫിലും ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ഗൗതം വിൻസെന്റ് ആൻഡ് സോണി മോഹൻ. സോ ഇന്നത്തെ SK ഹോട്ട്സ്പോട്ട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാനുള്ളത് നിങ്ങളുടെ ഡ്രീംസിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ പ്രൊജക്ട്സിനെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് അപ്കമിംഗ് പ്രൊജക്ട്സ്? ഞാനിപ്പോ ഒരു മൂവി ചെയ്തോണ്ടിരിക്കുകയാണ്, ജസ്റ്റിസ് ഫോർ ജെനി എന്ന് പറഞ്ഞ മൂവി. അതിന്റെ പേര് ഇതുവരെ ഫൈനലൈസ് ആയിട്ടില്ല. മലയാളം മൂവിയാണോ? എന്നാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. മലയാളം, തമിഴ് 2 ലാംഗ്വേജിലുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതില് 3 പാട്ടുകളുണ്ട്. അതില് 2 സോണി തന്നെയാണ് പാടിയിരിക്കുന്നത്. ആ പാട്ടുകളും നമ്മുടെ ട്രാക്ക് പാടാൻ വന്ന് ഡയറക്ടർ സാറിന് സോണി തന്നെ പാടിയാൽ മതിയെന്നായി. ഞാൻ ആക്ച്വലി അതിലൊരു സോങ് വേറെ 2 സോങ്സും ആക്ച്വലി വേറെ സിംഗേഴ്സിനെ ആയിരുന്നു എന്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ ട്രാക്ക് പാടി കഴിഞ്ഞപ്പോ ഡയറക്ടറിന് ഇന്റെ വോയിസ് താൻ പോതും, ഇന്റെ വോയിസ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കാൻ വരായിരുന്നു. ഗൗതം ചേട്ടാ, സോണി അവിടെ തന്നെ ഉണ്ടോ? അതോ മുകളിലെത്തിയോ? എയറിലാണല്ലേ മേലെടുത്തിട്ട് താഴെ വന്നിട്ടുണ്ട് മിക്കവാറും. ഓക്കെ, ആ മൂവിയുടെ ഡയറക്ടർ സന്തോഷ് റിയ എന്ന് പറഞ്ഞ സാറാണ്. അപ്പം സാറിനത് അങ്ങനെ സോണിനെ കൊണ്ട് തന്നെ അത് പാടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. അപ്പം മലയാളത്തിലെ ലിറിക്സ് ഒരു പാട്ടിലെ സോണിയാണ് എഴുതിയിട്ടുള്ളത്. കൊള്ളാം. അങ്ങനെ ആ ഒരു ഫിലിമിന്റെ വർക്കിലാണ് ഞാൻ. ആക്ച്വലി ഇതിനു മുമ്പ് എമ്പുരാൻ എന്ന് പറഞ്ഞ മൂവിയുടെ പ്രോഗ്രാമറായിട്ട് ദീപക്കേട്ടനെ അസിസ്റ്റ് ചെയ്തായിരുന്നു ഫെബ്രുവരി 2 വരെ. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് കയറി. ഓക്കെ, അപ്പോ നമ്മുടെ നെക്സ്റ്റ് പ്രൊജക്ടിന് വേണ്ടിയിട്ട്, അതായത് ചേട്ടന്റെയും സോണിയുടെയും 2 പേരുടെയും ഈ അപ്കമിംഗ് പ്രൊജക്ടിന് നമ്മുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. സർഗക്ഷേത്ര ടീമിന്റെ മുഴുവൻ ആശംസകളും. താങ്ക് യു സോ മച്ച്. സോ ഗൗതമിന്റെ ഒരു അപ്കമിംഗ് പ്രൊജക്ടിനെ പറ്റി അറിഞ്ഞു, അല്ലാണ്ട് സോണിക്ക് ഇൻഡിവിജ്വലി ഏതെങ്കിലും പ്രൊജക്ട്സ് വരുന്നുണ്ടോ? 2-3 സിനിമയിലേക്ക് ഇപ്പൊ പാടിയിട്ടുണ്ട്. അത് റിവീൽ ചെയ്യാനായിട്ടില്ല. അപ്പം അതിന്റെ ഒക്കെ വർക്ക്സ് ഓൺ പ്രോഗ്രസ് ആണ്. അപ്പം സൂൺ നമുക്കത് റിവീൽ ചെയ്ത് അതെ എല്ലാവരുടെയും അടുത്തേക്ക് എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഉറപ്പായിട്ടും എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസാന്ന് നമ്മുടെ അടുത്ത് വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയമാകുമ്പോൾ നമ്മൾ എല്ലാവരും അറിയും. സോ 2 പേർക്കും ഈ ഒരു മ്യൂസിക്കൽ ഡുവോന്, മ്യൂസിക്കൽ കപ്പിളിന് നമ്മുടെ ഹോൾ ടീമിന്റെ ഒരു താങ്ക്സ് പറയാണ്. കാരണം നിങ്ങളുടെ മ്യൂസിക്കൽ ടൈമിൽ നിന്ന് കുറച്ച് ഞാൻ കടമെടുത്തിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ അറിയാൻ വേണ്ടി. സോ conversation, very nice time. Thank you, Anna. Yeah, thank you for inviting us for this. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ എന്തായാലും ഇവരുടെ ഈ ഒരു മ്യൂസിക്കൽ ജേർണിയിൽ ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് അവർക്ക് കിട്ടട്ടെ എന്നും വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നിന്നും പതുക്കെ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്ര നേരം ഞങ്ങളെ കേട്ട എല്ലാവരോടും ഇനിയും സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് കൂടി പാടി വൈൻഡ് അപ്പ് ചെയ്താലോ? യെസ്, എന്തായാലും ഈ റേഡിയോ കേൾക്കുന്ന കൂടുതൽ ആൾക്കാരും യാത്രക്കിടയിലായിരിക്കുമല്ലോ കേൾക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ്. അപ്പം എന്റെ ഒരു സോങ് ഉണ്ട്, പീരയാത്ര. അപ്പൊ ആ സോങ്ങിലൂടെ നമുക്ക് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ വേറെ പാടിയ സോങ് ആണ്. അപ്പോ ഒരുപാട് സന്തോഷം 2 പേരെടുത്തും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ, സോ ഇനിയും കലക്കൻ വിശേഷങ്ങളുമായിട്ട് SK ഹോട്ട്സ്പോട്ടിൽ എത്തുന്നത് വരെ ടാറ്റാ ബൈ ഫ്രം അന്ന. കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.